കുറേ ദിവസമായിട്ട് പുറത്തേക്കൊരു യാത്രയൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, എല്ലാവരും വീട്ടിലുള്ള ദിവസമായിരുന്നു. എന്നാൽ പിന്നെ ഇന്നൊരു യാത്ര പോകാമെന്ന് വിചാരിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചൊരു 10:30 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങളിന്ന് കൊല്ലത്ത് പൊഴിക്കര ബീച്ചിലോട്ടാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മമ്മി, അതുപോലെ തന്നെ കുഞ്ഞുണ്ടായിരുന്നു, പിന്നെ ഹസ്ബൻഡ്, പിന്നെ ഒരു ആൻറ്റി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആൻറ്റിയുടെ ഫോട്ടോ കാണിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കുറച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ബീച്ചിലേക്ക് എത്താൻ പോകുന്നേ ഉള്ളൂ. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം കുറേ ദിവസമായിട്ടോ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട്. പ്രത്യേകിച്ച് ഫാമിലിയോടൊപ്പം ഇങ്ങനെ പുറത്തേക്കൊന്ന് പോവുക എന്ന് പറയുന്നത് ലൈഫിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് പോവുക, എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പൊഴിക്കര ബീച്ച്. ഇത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. കടലൊക്കെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കുഞ്ഞാണ് കേട്ടോ. കാരണം സ്കൂളൊക്കെ ഓപ്പണായി ക്ലാസ്സൊക്കെ തുടങ്ങിയതിന് ശേഷം ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല കേട്ടോ വലുതായിട്ട്. അപ്പോൾ ഇന്നാണൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത്. അതിൻ്റെ ഒരു സന്തോഷം അവൾക്കുണ്ട് കേട്ടോ. നല്ല ഹാപ്പിയാണ്, നല്ലൊരു എൻജോയ് മൂഡിലാണ് അവൾ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ ഒരു ബീച്ച് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ദൂരെ നോക്കുമ്പോൾ നമുക്ക് കടലേതാണ് ആകാശം ഏതാണെന്ന് പോലും അറിയാൻ പറ്റില്ല. കാരണം അത്രയും നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ദൂരെ നോക്കുമ്പോൾ മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കും പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ, നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അത്രയും നല്ല ഭംഗിയായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ. ഞാൻ ഒത്തിരി ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു ബീച്ചാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം ആ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു ഭാഗം കണ്ടോ? അത് കായലാണേ, ഒരു കൊച്ചു കായലാണ് കേട്ടോ. ഒരു സൈഡ് കടലും ഒരു സൈഡ് കായലായിട്ടാണ് ഉള്ളത്. ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. എന്തായാലും ഇതുവരെ വന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഭാഗം കൂടെ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ നടക്കുന്ന വഴി കുറച്ച് മോശമായിട്ടുള്ള വഴിയാണ്, എങ്കിലും നല്ല വഴി കൂടെ നടന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കുഞ്ഞാണെങ്കിൽ ഒരു പൂവ് കണ്ടിട്ട് അതെടുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പൂവായിരുന്നു. അത് വീഡിയോ എടുത്തപ്പോൾ കുറച്ച് കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല കളറുള്ള പൂവായിരുന്നു. അങ്ങനെ ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു ഭാഗം കാണുന്നത്. ഇവിടുത്തെ വെള്ളം കണ്ടില്ലേ, നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. അവിടെ ഒരു ആൻറ്റി മീൻ പിടിക്കുമായിരുന്നു കേട്ടോ. കുപ്പിയിലാക്കി അങ്ങനെയാണ് മീൻ പിടിക്കുന്നത്. അന്നേരം കുഞ്ഞാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവളെ ബഹളം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആൻറ്റി ഒരു 6 മീൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊരു കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇത് ഉപ്പ് വെള്ളത്തിൽ ജീവിക്കുന്ന മീനാണ്. ഇത് നമ്മൾ സാധാ വെള്ളത്തിലിട്ടാൽ ചത്തുപോകും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി അങ്ങോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ മേടിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ മീൻ മേടിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണേ. സൺഡേ ആയതുകൊണ്ട് കാണുമെന്നറിയില്ല, എങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുവാണ്. പോകുന്ന വഴിക്ക് ഞാനൊരു കട കണ്ടിട്ട് വണ്ടി നിർത്താനായിട്ട് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ആ ഒരു കടയിലോട്ട് പോവുകയാണ്. കണ്ടില്ലേ, ഈ ഒരു സംഭവം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ അമ്മച്ചി നടത്തുന്നൊരു കൊച്ചു കടയാണ് കേട്ടോ. ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ചീമ നെല്ലിക്ക, ചിലർ നെല്ലിപ്പുളി എന്നൊക്കെ പറയേ, അതുപോലെ മാങ്ങ ഉപ്പിലിട്ടത്, പൈനാപ്പിള്, ക്യാരറ്റ്, അതുപോലെ നെല്ലിക്ക 2 ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വലുതും ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബീട്രൂട്ട് ഉപ്പിലിടുന്നത് കാണുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം കാണുന്നത് ഇവിടെ തന്നെയാണ്, വേറെ ഒരിടത്തും ഞാൻ ഇത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നെല്ലിക്കയും അതുപോലെ ചീമ നെല്ലിക്കയായിരുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനമെല്ലാം വാങ്ങി പൈസയൊക്കെ കൊടുത്ത് അവിടുന്ന് പോയി. ഇതുവരെ വന്നത് വെറുതെ ആയില്ല. ഞങ്ങൾ വന്നപ്പോഴേക്ക് റോഡ് സൈഡിൽ ഒരുപാട് ഐറ്റം മീൻ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലായിട്ടും നോക്കും. പരവ വരെ ഇത് നോക്ക്, ഇതിലാണ് കാണിക്കുന്നത് ലൈവ്. ഈ ജില്ലയിലെ സാധനമാണ് ഇത്. ഇതാണ് ഈ ജില്ലയിലെ സാധനം. കണവയും കൊഞ്ചും എല്ലാം എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ആർക്കാണ് കണവയും കൊഞ്ചും ഇഷ്ടമല്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അങ്ങനെ ഞങ്ങൾ കുറച്ച് കണവ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞണ്ടും എനിക്കിഷ്ടമാണ് കേട്ടോ. ഞണ്ടിനേക്കാൾ എനിക്ക് കണവയും കൊഞ്ചും കൂടെയാണ് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതലുള്ളത്. അങ്ങനെ ഞങ്ങൾ കണവ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞും കൂടെ വഴക്കിട്ടത് കാരണമാണ് കണവ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് നെമ്മീനും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയിൽ മോളാണെങ്കിൽ കൊഞ്ച് കണ്ടിട്ട് അവൾക്ക് അതും വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് പിണങ്ങി നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ മമ്മിയെ സോപ്പിടുമായിരുന്നു. പിന്നെ അവൾ വാശി കാണിച്ചത് കാരണം പിന്നെ ഞങ്ങൾ കുറച്ച് കൊഞ്ചും കൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഏത് ഭാഗത്ത് നോക്കിയാലും മീൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവർ പറയുന്നത് അവർ അന്നേരം കടലിൽ നിന്ന് പിടിച്ച് കൊണ്ടുവരുന്ന മീനാണെന്നാണ് പറയുന്നത്. ഐസ് ഇടാത്ത മീനായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊഞ്ചും മേടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കൊഞ്ച് കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഏത് ഭാഗത്തോട്ട് നോക്കിയാലും മീനാണ് കേട്ടോ. ഓരോരുത്തരും അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് വിൽക്കുന്നത്. ഒരുപാട് ഐറ്റം, ഒത്തിരി ഐറ്റം. നമ്മൾ കൺഫ്യൂഷനാകും ഏതാണ് മേടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടോ, ഇത് തെരച്ചിയാണ് കേട്ടോ. തെരച്ചി മീനാണ്. പിന്നെ ഞങ്ങൾ വന്നത് ഈ ഒരു ഭാഗത്തോട്ടാണ്. നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുമല്ലോ, ഫുള്ളും വള്ളങ്ങളാണ്. നിരത്തി അങ്ങ്, അതായത് വരി വരിയായിട്ട് അങ്ങനെ ഇട്ടിരിക്കുവാണ്. കണ്ടപ്പോൾ തന്നെ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇത് കണ്ടോ, 2-3 ചേട്ടന്മാരൊക്കെ ചേർന്ന് വല റെഡിയാക്കുവാണ്. വല റെഡിയാക്കിയിട്ട് അവർക്ക് കടലിൽ പോയി മീൻ പിടിക്കാനായിട്ടാണ്. നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവർ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരോട് കുറച്ച് നേരം കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഉണക്കമീൻ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. മീൻ മേടിച്ചെങ്കിലും കുറച്ച് ഉണക്കമീൻ കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. ചെമ്മീൻ പൊടി, ഈ കാണുന്ന എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന ഒരു സംഭവം ഞങ്ങൾക്കിവിടെ ഉലുവാച്ചി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് മത്തി, അതുപോലെ തന്നെ ചെമ്മീൻ പൊടിയും, ഈ 2 ഐറ്റമാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം വാങ്ങി ഞങ്ങൾ അവിടുന്ന് പോയി. ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ്. സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. അതെല്ലാം വണ്ടിക്കകത്ത് വെച്ച് ഞങ്ങളിനി തിരിച്ചു പോവുകയാണ് കേട്ടോ. അതിനിടയിൽ ഇച്ചായനാണെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ചോക്കോബാറും അതുപോലെ തന്നെ മഞ്ചും ഒക്കെ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. ഈ മഴയത്ത് ഞങ്ങൾ എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പോവുകയാണ് കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. കാരണം ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് പുറത്തു പോയപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ, നല്ല ഹാപ്പിയിലാണ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.